എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ഉറപ്പായിട്ടും മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കമൻറ്റ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന മിസ്റ്റേക്കും അല്ലെങ്കിൽ എന്തൊക്കെ ശരിയാക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, കൊണ്ടുവരാൻ പറ്റുള്ളൂ നിങ്ങളുടെ മുമ്പിലേക്ക്. അപ്പോൾ നിങ്ങൾ മാക്സിമം കാണുന്ന ആൾക്കാർ ദയവേത് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കണ്ടിട്ട് അങ്ങ് പോവാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പോലും പാവങ്ങളല്ലേ, ഇതൊക്കെ നിങ്ങൾ നമ്മൾ പൊക്കോട്ടെ. നിങ്ങൾ മറക്കരുത് കേട്ടോ. അത് എല്ലാവരും ചെയ്യണം, സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്താൽ അത്രയും വലിയ ഉപകാരം കേട്ടോ. ഡെൻ ടീമിനെ ചതിച്ചത് ആരാണ്? ജിൻഡോ ആണോ, ശ്രീതു ആണോ, അല്ലെങ്കിൽ ജാസ്മിൻ ആണോ? അറിയാതെ കഴിച്ച ആഹാരത്തിന്റെ പേരിൽ ശ്രീതുവിന് കൊടുത്ത പണിഷ്മെന്റ് അത് അർഹതപ്പെട്ടതാണോ, തെറ്റാണോ, ശരിയാണോ? പിന്നെ ബിഗ് ബോസ് വീടിനകത്ത് പ്രേതമുണ്ടോ? അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാര്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് മോർണിംഗ് ടാസ്ക് ആണ്. മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ, ഒരു ബിഗ് ബോസ് വീടിനകത്തുള്ള ഒരാൾക്ക് ഒരു ഇരട്ടപ്പേര് കൊടുക്കുക എന്നുള്ള ഒരു സംഭവമാണ് മോർണിംഗ് ടാസ്ക്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്, ഗബ്രു എന്ന് പറഞ്ഞത് ഡാഗിനും തള്ളിയത് ആരെ? അൻസിബയെ പറഞ്ഞത്. ജിൻഡോ വന്നിട്ട് നമ്മളെ സിജോയെ പറഞ്ഞത് തീപ്പെട്ടിക്കൊള്ളിയാണെന്ന്. കാരണം കാട്ടുതീ പോലെ പടർന്നു വന്ന ഒരാളാണെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ കാട്ടുതീ ആയില്ല, വെറും തീപ്പെട്ടിക്കൊള്ളിയായിട്ട് പുള്ളി മാറിയത്. തീപ്പെട്ടിക്കൊള്ളി ഇരട്ട പേരിട്ടത്. ഏകദേശം ആൾക്കാർ എല്ലാവരും നോറയാണ് പറഞ്ഞത്. നോറ ഓരോരോ പേരിട്ട് വിളിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് ഗബ്രി വിളിച്ചത്. ഞാൻ എടുത്ത് പറഞ്ഞത് ഡാഗിന് തള്ള എന്നുള്ളത്. പക്ഷെ അത് എല്ലാവരും ഫണ്ണായിട്ട് എടുത്തെങ്കിലും ചില ആൾക്കാരുടെ ഉള്ളിന്റെ അതൊരു ചെറിയൊരു തീക്കനലായി. നമ്മുടെ സിജോന്റെ തീക്കനലല്ല, ഇത് വേറെ തീക്കനൽ. കാരണം നോറയെ ഉദ്ദേശിച്ചു. നോറയ്ക്ക് അതിനുശേഷം ഭയങ്കര ക്ലാരിഫിക്കേഷൻ. അത് അങ്ങനെയാണല്ലോ, ഒരു ടാസ്ക് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് പിന്നെ ഭയങ്കര സംശയങ്ങളാണ് വരുന്നത്. അങ്ങനെ ചെയ്താണോ, ഇങ്ങനെ ചെയ്താണോ എന്നൊക്കെ ചോദിച്ചിട്ട് നടക്കുന്ന, ഇങ്ങനെ കരഞ്ഞു നടക്കുന്ന ഒരു പെൺകൊച്ചാണ് നോറ. പക്ഷെ ബോൾഡ് ക്യാരക്ടറാണ് പുള്ളിക്കാരത്തി. അതിനുശേഷം കാണിച്ചെന്ന് വെച്ചാൽ, നമ്മുടെ ജിൻഡോയും രതീഷും കൂടി ആ ജയിലിന്റെ അവിടെ വന്നിട്ട് ആ പാടുന്നൊരു പാട്ടുണ്ട്, അതായത് സോങ് അടിപൊളിയായിട്ട് രസമായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. നല്ല എന്റർടൈനർ ആണെന്നുള്ള കാര്യം എനിക്കപ്പം തോന്നി ഈ രണ്ടുപേരുടെയും കണ്ടപ്പോൾ. അത് നമ്മൾ അപ്പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ശ്രീതു, അല്ല നമ്മുടെ ശ്രീരേഖയും അപ്സരയും. അപ്പൊ സ്ത്രീയൊക്കെ പൊട്ടി കരയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നോറേനെ ഇങ്ങനെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പൊട്ടി കരയാണ്. അപ്പോ അവിടേക്ക് വരുന്ന നമ്മുടെ ജിൻഡോയും രതീഷും കൂടി ചോദിക്കണം, ഞാൻ സങ്കടം കേട്ടോട്ടെ എന്ന്. പുള്ളിക്കാരൻ ഇപ്പം നമ്മുടെ അപ്സര പറയും, സങ്കടം കേൾക്കാൻ വന്ന ആളാണ് നമ്മുടെ രതീഷ് ചേട്ടൻ, സങ്കടം പറഞ്ഞോട്ടെ എന്ന്. രതീഷ് അങ്ങ് വെച്ച് അങ്ങ് അലക്കുക ശ്രീരേഖനെ. നിങ്ങൾ ഇവിടുത്തെ വലിയ ബോൾഡായ ക്യാരക്ടറാണ്, ഞാൻ ഗസ്റ്റ് ആണ്, ഞാൻ അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് പറയണല്ല, നിങ്ങൾ അടിപൊളിയാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് ശ്രീരേഖ അങ്ങ് പൊങ്ങി. എന്റെ അമ്മോ, ഇത് എന്തരുടെ ഇത് ഈ രതീഷ് തള്ളി മറുകയാണ് ശ്രീരേഖനും. പക്ഷെ നമ്മളെ ജിൻഡോ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഇത് നമുക്ക് താല്പര്യമില്ല, എനിക്ക് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ താല്പര്യമില്ലെന്ന് പറഞ്ഞ് പുള്ളി ആദ്യമേ അങ്ങ് ഒഴിഞ്ഞ് മാറിപ്പോയി കേട്ടോ. പക്ഷെ രതീഷ് അവിടെ നിന്ന് അങ്ങ് കേട്ടില്ല. എന്നിട്ട് അങ്ങോട്ട് കുറെ ഉപദേശം കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ പോയത്. അത് കഴിഞ്ഞ് വന്നത് അതിഥി ദേവോ ഭവ എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ടാസ്ക് എന്ന് പറയുമ്പോൾ അത് ഓരോ നമ്മുടെ ഗ്രീന്, യെല്ലോ, ബ്ലൂ ഇങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ട് നമ്മുടെ 4 ഗ്രൂപ്പിനെയും. പക്ഷെ ആദ്യം അവർ കാണിച്ച കുറച്ച് ആക്ടാണ് കാണിച്ചത്, ഒരു പഴയ കാലത്തിന്റെ ഒരു ആക്ടാണ് കാണിച്ചത്. പക്ഷെ എനിക്ക് അർജുൻ കാണിച്ചെന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം പുള്ളിക്കാരൻ ജയനെയൊക്കെ അനുകരിച്ചാണ് ഈ പഴയ കാലം കാണിക്കുന്ന ആൾക്കാർ എല്ലാവരും എന്തിനാ ജയൻ അനുകരിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ, മനസ്സിലാവുന്നില്ല എന്താണെന്ന്. പക്ഷെ നല്ല കോഴിയായിട്ട് അഭിനയിച്ച, നമ്മുടെ പൂവാലിനായിട്ട് അഭിനയിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അഭിഷേകിനെയാണ്. അഭിഷേക് നല്ല ക്ലിയർ ആയിട്ട് നല്ല കിടിലം കോഴിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സെഗ്മെന്റ്, ആ ഒരു സംഭവങ്ങളൊക്കെ. ബാക്കിയുള്ള എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്, നല്ല ആക്ട് ചെയ്തിട്ടുള്ളത്. അതിന് ബിഗ് ബോസിന്റെ ഭാഗം നല്ലൊരു അഭിനന്ദനവും കിട്ടി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത വേറൊന്നുമല്ല, ഇത് നമ്മൾ പഴയ കാലങ്ങൾ അനുകരിക്കാൻ പറയുമ്പോൾ എന്തിനാണ് ഇത് അവിടെ ഒരു സംഭവം, എന്താണ് ഒരു മറ്റൊരു താരത്തെ, ഒരു പഴയകാല താരത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ട കാര്യം അർജുനില്ല. അർജുൻ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു അത്. ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. നമ്മുടെ അപ്സരീനെ ജിൻഡോ ഒക്കെ എടുത്ത് പൊക്കിയത് നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു ആ ഒരു സെഗ്മെന്റ് ഒക്കെ. ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് അങ്ങനെ ഇഷ്ടമായി, ബോധിച്ചു. അതിനുശേഷം നമ്മുടെ ഓരോ ഗ്രൂപ്പിനും ഓരോ ഗസ്റ്റിനെ കൊടുക്കുകയാണ്. ഈ 4 ടീമിനും 4 ബൊമ്മയാണ് കൊടുത്തത്, ഒരു ആൾപ്പൊക്കത്തിനുള്ള ബൊമ്മയാണ് കൊടുത്തത്. ബൊമ്മ മീൻസ് ഒരു ആൾപ്പൊക്കത്തിനുള്ള ഒരു സൈസിലുള്ള സാധനം. ഇതിന് 4 പേരിട്ടു, റോളക്സ്, എലി, പിന്നെ ജാനു, പിന്നെ വേറെന്തോന്ന്, ഇക്രു. ഈ 4 ഗ്രൂപ്പിന് 4 ബൊമ്മയ്ക്ക് 4 പേരിട്ടതിന് ശേഷം ഇനിയാണ് കളി എന്ന് വെച്ചാൽ, നമ്മുടെ അതിൽ ജാസ്മിനും ജിൻഡോയും ശ്രീതുവാണ് ഒരു ടീമിൽ കളിക്കുന്നത്. ഇതിൽ ജാസ്മിൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്ലാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിൻഡോനോട്. നമുക്ക് ഇങ്ങനെ കളിക്കണം എന്നുള്ള കാര്യം ജിൻഡോനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജിൻഡോ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജിൻഡോ എടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ജിൻഡോ അതുപോലെ കളിക്കില്ല. ജിൻഡോ വേറെ കളിയാണ് കളിക്കുന്നത്. പുള്ളിയുടെ തരത്തിലുള്ള, പുള്ളിക്ക് ഇഷ്ടമുള്ള കളിയാണ് പുള്ളി കളിക്കുന്നത്. ഒരു ടീമായിട്ട് കളിക്കുമ്പോൾ എല്ലാവരെയും അഭിപ്രായം മാനിച്ച് എന്താണോ ബെറ്റർ ആണ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ജിൻഡോയും ചെയ്യേണ്ടിരുന്ന കാര്യം. പക്ഷെ ജിൻഡോ അവരുടെ വാക്കൊന്നും കേട്ടില്ല. ആ സമയത്ത് അവിടെ പറഞ്ഞപ്പോൾ ഇരുന്നു കേട്ടു എന്നുള്ളതല്ലാതെ ബാക്കിയുള്ള ജാസ്മിൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ജാസ്മിൻ ആയാലും പ്ലാനൊക്കെ നല്ല അടിപൊളി പ്ലാനായിരുന്നു. പക്ഷെ എന്താണ്, വർക്കൗട്ട് ആയില്ല, ആദ്യം തന്നെ പൊട്ടി. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പ്ലാൻ സമയത്ത് എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ നമ്മൾ കേട്ട് പ്ലാനൊക്കെ പറയും. പക്ഷെ വർക്കിലോട്ട് വരുമ്പോൾ
അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റബിൾ ആവുന്ന തരത്തിലോട്ട് ആവില്ല. പ്രത്യേകിച്ച് ജിൻഡോ അതിന് മുൻകൈ എടുത്ത് നിന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മുടെ നന്ദന ഈ ടാസ്ക് അടിപൊളിയായിട്ട് ചെയ്തു. കാരണം പുള്ളിക്കാരത്തി ഓടി നടന്ന്, അതായത് നമ്മുടെ ഈ ബൊമ്മയുടെ പുറകുവശത്ത് ബലൂൺ ഉണ്ട്, ഈ ബലൂൺ കുത്തി പൊട്ടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. അതായത് ഈ ഗസ്റ്റിനെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓരോ ഗസ്റ്റിനും ഓരോ പേരുണ്ട്, ആ പേര് നമ്മൾ ആ ഓരോ ടീമുകളും ഈ ഗസ്റ്റിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു തീം. അപ്പോൾ ഈ ബൊമ്മയുടെ ഈ പാവേന്റെ നമ്മൾ ബാക്ക് സൈഡ് ഒരു ബലൂൺ വെച്ചിട്ടുണ്ട്, ബലൂൺ കുത്തി പൊട്ടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ബലൂൺ പെട്ടെന്ന് പൊട്ടുന്ന സാധനമാണ്. ഈ പൊട്ടാത്ത എന്തെങ്കിലും ഐറ്റം വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കടുക്കുമായിരുന്നു. എന്റെ അഭിപ്രായമാണ്, കുറച്ചുകൂടി കടുക്കുമായിരുന്നു നമ്മുടെ ഈ ഒരു സെഗ്മെന്റ്, ഈ ഒരു ഗെയിം. പക്ഷെ പെട്ടെന്ന് ചെറിയ സൂചി കൊണ്ട് തൊട്ടാ പൊട്ടുന്ന ഒരു സാധനം വെച്ചപ്പോൾ അത് അത്രയ്ക്കും ഒരു ബാഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു എന്തെങ്കിലും വേറെ ഒരു തരത്തിലുള്ള സംഭവങ്ങളായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഭംഗിയായിരുന്നു. നമുക്ക് പൊട്ടിക്കാൻ നമുക്ക് ഉണ്ടാകുന്ന വെപ്രാളവും, അല്ലെങ്കിൽ ഇത് നമുക്ക് ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ തന്നെ ബലൂൺ പൊട്ടും, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ നമ്മുടെ നന്ദന ഓടി വന്നു, ആദ്യം തന്നെ നമ്മുടെ ജാസ്മിന്റെ ജിൻഡോന്റെ ഒക്കെ ഡെൻ ടീമിന്റെ ബലൂൺ കുത്തി പൊട്ടിച്ചതിന് ശേഷം അവർ ഔട്ടായി. പക്ഷെ ഓടി നടന്ന് എല്ലാവരെയും ചെയ്തിട്ടുള്ളത് നമ്മുടെ രണ്ടാമത് കുത്തിപ്പൊട്ടിച്ചത് നമ്മുടെ സിജോന്റെ ഒക്കെ ഇതായിരുന്നു, ബലൂൺ ആയിരുന്നു. അതും നന്ദന തന്നെയാണ് മുൻകൈ എടുത്ത് പൊട്ടിച്ചത്. അപ്പൊ നന്ദനയുടെ ഗെയിമൊക്കെ അടിപൊളിയായിരുന്നു, നല്ലൊരു ആക്റ്റീവായിട്ട് നിന്ന് ആ പുള്ളിക്കാരത്തി കളിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങൾ തന്നെ പറയണം, അല്ലാതെ നമ്മൾ നല്ലത് കണ്ടാലും മോശം കണ്ടാലും നല്ലത് മാത്രം പറയരുത്. പിന്നെ അവിടെ നടന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കിച്ചൺ ടീം, പവർ ടീം പറയുന്നു പവർ ടീമിന് കട്ടൻ ചായ വേണമെന്ന്. അപ്പൊ കിച്ചണിലുള്ള ജാസ്മിൻ പിന്നെ ശ്രീതു ഇവര് ഈ ടീമാണ് കിച്ചൺ നോക്കുന്ന ടീം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ കുടിക്കാനാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇട്ട് തരാം, കാരണം പാത്രങ്ങൾ വേറെ ഇല്ല. പക്ഷേ ജാസ്മിൻ ഈ ഗെയിം പൊട്ടിയതിന്റെ പേരിലാണ് പുള്ളിക്കാരത്തി അങ്ങനെ ഒരു വിദേശം കാണിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ ഇവിടെ പവർ ടീം ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അത് നിങ്ങൾ ഇട്ട് വെക്കണം, നമ്മൾ ഇഷ്ടമുള്ള സമയത്ത് കുടിക്കാം. നമ്മൾ കുടിക്കില്ലെന്ന് പറയുന്നില്ല, പക്ഷെ കുടിക്കാം. അങ്ങനെ നമ്മൾ ആഹാരമായാലും വെള്ളമായാലും എന്ത് തന്നെ ആയാലും നമ്മൾ ഒരു സാധനം പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരു ടീമിനെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു, ആ ഒരു പവർ ടീമിന്റെ ആ ഒരു കാര്യം. അപ്പൊ എനിക്ക് ആ പവർ ടീമിന്റെ ആ സംഭവത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഒന്നുകിൽ മുട്ടയിൽ സംഭവം മുട്ട പണിയുക, അല്ലെങ്കിൽ കട്ടൻ ചായ പണിയുക, ഇത് രണ്ടിലും ഒന്ന് നടക്കണം. പക്ഷെ അവർക്ക് രണ്ടും ഒരുമിച്ച് നടക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമായി, അത് തെറ്റായിട്ട് എനിക്ക് തോന്നി. അതിൽ വന്നൊരു ഏറ്റവും മികച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് നമ്മുടെ രതീഷും ജിൻഡോയും കൂടെ സംസാരിക്കുന്ന സമയത്ത് ജിൻഡോ പറയുന്നുണ്ട്, അതായത് ഈ രണ്ടാളും കൂടി മനഃപൂർവ്വം ആ ടീമിനെ പൊട്ടിച്ചതാണെന്ന്. അതായത് ജിൻഡോന്റെ ടീം ഡെൻ ടീമിനെ മനഃപൂർവ്വം ജാസ്മിനും ശ്രീതുവും കൂടി പൊട്ടിച്ചതാണെന്ന്. പക്ഷെ എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പാണ്. കാരണം എന്ത് തന്നെ ആയാലും ഇപ്പൊ ഗബ്രിയുടെ ആളാണ് ജാസ്മിൻ, ശ്രീതുവിന്റെ ആളാണ് അർജുൻ എന്നൊക്കെ പറയുന്നത് ഏറ്റവും മോശമാണ്. അത് പ്രത്യേകിച്ച് ഗെയിമിൽ അങ്ങനെയുള്ള ഒരു സംഭവം എനിക്ക് ഇതുവരെ അവർ കാണിച്ചായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എന്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. ജിൻഡോ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നും ഇല്ല കേട്ടോ. കാരണം അങ്ങനെ ഒരു ടീമിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ബുദ്ധിശൂന്യത കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ പൊട്ടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്ലാനിങ് ചെയ്യേണ്ട കാര്യമില്ല. ആ പ്ലാനിങ് ഇല്ലാതാക്കിയതും ജിൻഡോയാണ്. ഞാൻ ജിൻഡോനെ കുറ്റം പറയുന്നതല്ല, പ്ലാനിങ് ഇല്ലാതാക്കിയതും ജിൻഡോയാണ്. പക്ഷെ അവിടെ പ്ലാൻ ചെയ്തതും ശ്രീതുവും ജാസ്മിനും കൂടെയാണ്. അവരുടെ പ്ലാനിങ്ങിനെങ്കിലും ഒരു വില കൊടുത്തതിന് ശേഷം സംസാരിക്കണമായിരുന്നു ജിൻഡോ എന്നാണ് എന്റെ അഭിപ്രായം. രതീഷും അത്ര അക്സെപ്റ്റബിൾ അല്ല ആ ഒരു കാര്യത്തിന്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് വളരെ മോശമാണ്. അതിനുശേഷം എല്ലാവരും നമ്മുടെ ലിവിംഗ് ഏരിയ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പവർ റൂം ആഹാരം എടുത്ത് കഴിച്ചു എന്നുള്ള പേരിൽ ശ്രീധുവിനെ ശിക്ഷിക്കുന്ന വെച്ചാൽ ഇതിനു മുമ്പും ആൾക്കാർ അവിടെ നിന്ന് ആഹാരം ചെറുതെടുത്ത് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. വലിയ വിഷയമാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അവിടെ പവർ റൂം കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമുണ്ട്. കാരണം പവർ റൂം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും വേസ്റ്റ് ഒരു പവർ റൂമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു കാര്യം തീരുമാനിക്കും, അത് എക്സിക്യൂട്ടീവ് ചെയ്യാൻ വരുമ്പോഴേക്കും ആൾക്കാരൊക്കെ വിയോജിക്കും. അപ്പോഴേക്കും ആ പവർ ടീം എന്താണോ തീരുമാനിച്ചത് ആ തീരുമാനത്തിന്റെ പകുതി മാറ്റിയിരിക്കും. അങ്ങനെ ചെയ്യരുത്. ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, പവർ റൂം ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ എല്ലാവരും ആലോചിച്ചാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനത്തെ ഇനി എത്ര മെമ്പേഴ്സ് വന്ന് എതിർത്ത് സംസാരിച്ചാലും അത് മാറ്റരുത്. കാരണം നിങ്ങൾക്ക് ഒരു ന്യായമുണ്ട്, ആ ന്യായത്തിനനുസരിച്ച് നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ. പവർ ടീമിന്റെ കാര്യമാണ് ഞാൻ ഈ പറയണത്. അപ്പം ആ പവർ ടീമിനെ മറ്റു മെമ്പേഴ്സ് വന്നിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അവരുടെ അഭിപ്രായം പറയും. പക്ഷെ ഒരിക്കലും നിങ്ങൾ തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും മാറരുത്. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇവിടെ ശ്രീധുവിന്റെ മേലിൽ കാണിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് കഴിക്കും. അതൊരു ആഹാരം കഴിപ്പ് എന്നുള്ള സംഭവം. എന്ത് തന്നെ കഴിച്ചാലും പവർ ടീമിനോട് ചോദിക്കണം എന്നുള്ളത്. നമ്മൾ അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു വെള്ളം എടുത്ത് കുടിക്കുക, അല്ലെങ്കിൽ മുന്തിരി കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നാണ് ജാസ്മിനോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ പവർ ടീമിന് നിങ്ങൾ കൊടുത്തതെന്ന് വെച്ചാല് സന്ധ്യക്ക് ലൈറ്റ് തെളിയുന്നത് വരെ നിങ്ങൾ പവർ ടീമിന്റെ മുമ്പിൽ നിന്നിട്ട് സല്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പവർ ടീം വരുമ്പോൾ പവർ ടീം എന്ന് പറഞ്ഞുകൊണ്ട് സല്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ കൊടുത്ത ഒരു പണിഷ്മെന്റ്. ആ പണിഷ്മെന്റ് ഇത്രയും ശരിയായിട്ടില്ല എന്ന് അപ്സര എടുത്ത് പറയുന്നുണ്ട്. ഇത്രയും ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മെമ്പേഴ്സിന്റെ അഭിപ്രായം കേട്ടിട്ടാണ് നിങ്ങൾ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ മെമ്പേഴ്സിനോട് അഭിപ്രായം ചോദിച്ചിട്ട് നിങ്ങൾ എഴുതണം. നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ മെമ്പേഴ്സിനോട് പോയി അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അഭിപ്രായം പറഞ്ഞാലും അത് നിങ്ങൾ എഴുതിയ കാര്യമായതുകൊണ്ട് നിങ്ങൾ മാച്ച് കളയാനും പോകണ്ട. അത് പവർ ടീം ഒരു പവറാണ്, അതൊരു പവറാണ്. ആ പവർ ആദ്യം നിങ്ങൾ കയ്യിൽ കൊണ്ടുവരണം ആദ്യം.
മനസ്സിലായി? അതാണ് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയണം. നിങ്ങളുടെ അഭിപ്രായം, ഈ കാണുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അത് തെറ്റാണോ ശരിയാണോ, ശ്രീധുവിന് കൊടുത്ത ശിക്ഷ തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറയണം. അതിനുശേഷം വലിയ കോമഡി, നമ്മളെ ബിഗ് ബോസ് വീട്ടിനകത്ത് പ്രേതം ഉണ്ടെന്നും പറഞ്ഞ് മറ്റേ നമ്മളെ ഇവള് നന്ദന രാത്രി പെടുക്കാൻ വല്ലതും പോയപ്പോഴത്തേക്ക് ഇവിടെ മിററിന്റെ അവിടെ ആരൊക്കെ നിൽക്കണം. ഇനിയുള്ളതാണ് കോമഡി, ഇനിയുള്ള അങ്ങോട്ടൊക്കെയാണ് കോമഡി. ഇനി രാത്രി ഒരു എണ്ണം പോലും പെടുക്കാനായിട്ട് അങ്ങോട്ട് പോകില്ല. പെടുക്കാൻ മീൻസ് മൂത്രമൊഴിക്കാൻ അങ്ങോട്ട് പോകില്ല. ഈ പെടുക്കാൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവന്റെ പറയുന്നത് മൂത്രമൊഴിക്കാൻ അങ്ങോട്ട് പോകില്ല, മൂത്രമൊഴിക്കാനും പോകില്ല, സല്ലപിക്കാനും പോകില്ല അങ്ങോട്ട്. കാരണം അവിടെ പ്രേതം ഉണ്ടെന്നുള്ള ആ സംഭവം അവിടെ വന്നു കഴിഞ്ഞ് അവരുടെ ഉള്ളിൽ ഒരു സംഭവം നന്ദൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അവിടെ പ്രേതം ഉണ്ടെന്നുള്ളത്. മിററിൽ നോക്കി കഴിഞ്ഞാൽ പ്രേതം ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഇവള് ജാസ്മിൻ ഋഷിയും കൂട്ടി അങ്ങോട്ട് പോകാനുണ്ട്, പേടിയായോണ്ട് കൂട്ടിയിട്ട് പോകുമ്പോഴത്തെ ഋഷി പറയാണ് ഇവന്മാരെ എല്ലാം കൂടി ഈ എന്ത് പറഞ്ഞു വെച്ചേക്കാം മനുഷ്യനായിട്ട് പേടിപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് ക്യാമറ നോക്കിയിട്ടൊക്കെ ഇനി എങ്ങനെ മിററിനെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇവിടെ പ്രേതം ഉണ്ടെന്നൊക്കെ ഉണ്ടല്ലോ. ഇന്നത്തെ ഭയങ്കര എപ്പിസോഡൊക്കെ ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ പ്രേതം വരുന്ന കേസൊക്കെ. പ്രേതം ഇനിയുള്ള എല്ലാവരും പെടും, ഇനിയുള്ള എല്ലാവരും നന്നായിട്ട് പെടും. നമ്മളിപ്പം തമാശയായിട്ട് പറഞ്ഞാൽ പോലും നമ്മൾ ഒരു പ്രേതം എന്നുള്ള സംഭവം ഒരു അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഭാഗത്ത് ഉണ്ട്, അവിടെ അങ്ങനെ കണ്ടു എന്നുള്ള സാധനം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി അവിടെ ആ ഏരിയയിലോട്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. അപ്പോഴത്തെ നമ്മുടെ മൈൻഡിലോട്ട് വരും അവിടെ പ്രേതം ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ ആ ഒരു പേടിയായിരിക്കും. അപ്പൊ നമ്മൾ കൂടുതലും ക്യാമറ ബാത്റൂമിന്റെ സൈഡ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോമഡി കാണാൻ പറ്റും എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ, ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് മസ്റ്റായിട്ടും ചെയ്യുക. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്റെ സംശയങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളോട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ എന്നോട് പറയണം. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് എനിക്ക് മിസ്റ്റേക്ക് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നാളെ. ബൈ.